ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ജവാഹിറുൽ അസ്മായിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നാമമാണ് മുതഹ്ഹറുൻ എന്നുള്ളത്. മുതഹ്ഹർ, ശുദ്ധീകരിക്കപ്പെട്ട പ്രവാചകർ. ത്വാഹിർ, ശുദ്ധിയായവർ. അത് നമ്മൾ വിശദീകരിച്ചു. ഇത് മുതഹ്ഹർ, ശുദ്ധീകരിക്കപ്പെട്ടവർ. എല്ലാ മാലിന്യങ്ങളിൽ നിന്നും, വേണ്ടാത്തരങ്ങളിൽ നിന്നും, എല്ലാ തിന്മകളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട പരിശുദ്ധരായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില കിതാബുകളിൽ മുതഹ്ഹിറുൻ ഹാഇന് കസ്റ് കൊണ്ട് നമുക്ക് കാണാം മുതഹ്ഹിർ. അപ്പോൾ അതിന്റെ അർത്ഥം മാറും. മുതഹ്ഹിറുൻ, ശുദ്ധിയാക്കുന്നയാൾ എന്നാണ് അതിന്റെ അർത്ഥം വരിക. ശുദ്ധിയാക്കുന്നവർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരെയും എല്ലാ തിന്മകളിൽ നിന്നും ശുദ്ധിയാക്കുന്ന, പരിശുദ്ധവാന്മാരാക്കുന്ന പ്രവാചകരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുതഹ്ഹർ, യാ അയ്യുഹല്ലദീന ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹ്ഹിറകും തത്ഹീറ. അഹ്ലുബൈത്തിനെ പരാമർശിക്കുന്ന വിശുദ്ധമായ ഖുർആനിന്റെ സൂക്തത്തിൽ നമുക്ക് കാണാം, യാ അഹ്ലൽ ബൈത്ത്, പ്രവാചക കുടുംബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലുബൈത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, നിങ്ങളെ മാലിന്യമുക്തരാക്കാനും അതുപോലെ വയുതഹ്ഹിറകും തത്ഹീറാ, നിങ്ങളെ ശരിയായ രൂപത്തിൽ ശുദ്ധീകരിക്കാനുമാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ് അഹ്ലൽ ബൈത്ത്. അഹ്ലുബൈത്തിനെ അഭിസംബോധന ചെയ്ത് ഖുർആൻ പറഞ്ഞതാണ്. അഹ്ലുബൈത്തിന്റെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി എല്ലാ വേണ്ടാത്തരങ്ങളിൽ നിന്നും, മാലിന്യങ്ങളിൽ നിന്നും മുക്തരാണ്, ശുദ്ധീകരിക്കപ്പെട്ടവരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല എല്ലാ ഔസാബുകളിൽ നിന്നും, ഔസാഖുകളിൽ നിന്നും, മാലിന്യങ്ങളിൽ നിന്നും, ദുർഗുണങ്ങളിൽ നിന്നും ശുദ്ധമാക്കിയിട്ടുണ്ട്. ഒരു മാലിന്യവും മുത്തുനബിയിലില്ല. ഭൗതികമായതോ അഭൗതികമായതോ, ശാരീരികമായാലും മാനസികമായാലും ഖൽബിയായതോ ജസദിയായതോ ആയ ഒരു മോശത്തരവും അല്ലാഹുവിന്റെ ഹബീബിലില്ല. മുത്തുനബി എപ്പോഴും അവിടുത്തെ വസ്ത്രങ്ങളിൽ, അവിടുത്തെ തലപ്പാവിൽ, ഖമീസിൽ മാലിന്യം നമുക്ക് കാണാൻ സാധിക്കില്ല. എപ്പോഴും നല്ല ക്ലീനായി, നീറ്റായിട്ടായിരുന്നു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്നത്. സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അവിടുത്തെ സ്വഭാവങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവവും അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. കാന ഖുലുഖുൽ ഖുർആൻ, ഖുർആനായിരുന്നു മുത്തുനബിയുടെ സ്വഭാവം. ഖുർആൻ പറഞ്ഞ എല്ലാ സൽഗുണങ്ങളുടെയും സമ്മിശ്രമാണ്, സംഗമമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ സൽസ്വഭാവങ്ങളും, എന്തൊക്കെ സൽസ്വഭാവങ്ങളുണ്ടോ അതെല്ലാം മുത്തുനബിയിലുണ്ട്. എന്തൊക്കെ ദുർഗുണങ്ങളുണ്ടോ, ദുസ്വഭാവങ്ങളുണ്ടോ, അതിൽ നിന്നെല്ലാം പരിശുദ്ധനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദുർഗുണവും
മുത്തുനബി കളവ് പറയാറില്ല, ഒരാളെയും വഞ്ചിക്കാറില്ല, ഒരാളെയും ഗീബത്ത് പറയാറില്ല, ഒരാളെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാറില്ല. തന്നെ ആക്രമിച്ചവരോട് പോലും സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, കാരുണ്യത്തോടെ പെരുമാറുന്ന നേതാവാണ് നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ആ മുത്തുനബിയിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. നമ്മളും പരിശുദ്ധവാന്മാരാവണം. അതിനാണ് നമ്മൾ ജവാഹിറുൽ അസ്മാ നടത്തുന്നത്. വെറുതെ ഒരു കോഴ്സ് നടത്തി, പരീക്ഷ നടത്തി വിജയിയെ പ്രഖ്യാപിക്കലല്ല സംഘാടകരുടെ ലക്ഷ്യം. മുത്തുനബിയുടെ സ്വഭാവങ്ങൾ പഠിച്ച്, അവിടുത്തെ സൽസ്വഭാവങ്ങൾ പഠനവിധേയമാക്കി അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കുമാവണം. അർഹമുർറാഹിമീനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞു മുത്തഹിർ എന്നും ചില കിതാബുകളിൽ ഈ പേര് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. മുത്തഹിർ ശുദ്ധിയാക്കുന്നയാളാണ്. എല്ലാവരെയും ശുദ്ധിയാക്കും, എല്ലാവരെയും സംസ്കരിക്കാനാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തനായിട്ടുള്ളത്. അല്ലാഹു മുത്തുനബി മുഖേന പരിശുദ്ധവാന്മാരാവുന്ന മുത്തഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.